ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കർണാമൃതം ഗ്രൂപ്പിൽ നമ്മളോടൊപ്പമുള്ള എല്ലാ ഭക്തന്മാർക്കും, ഓൺലൈനിൽ നമ്മളോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സീരീസ് ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ സ്കന്ധം ആദ്യത്തെ അധ്യായം ഋഷിമാരുടെ ചോദ്യങ്ങൾ. ശൗനകാദി ഋഷിമാർ വന്നിട്ട് സൂത ഗോസ്വാമിയുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ, 6 ചോദ്യങ്ങൾ, അതിൽ 3 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്ന്, എല്ലാ ജീവികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കുമുള്ള പരമവും പുണ്യവുമായിട്ടുള്ള കാര്യം എന്താണ്, അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എസൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ്, സാരം സമുദ്രത്യ എന്ന് നമ്മൾ കേട്ടു. അതായത് എല്ലാ വൈദിക സാഹിത്യങ്ങളിലും വെച്ച് ഏറ്റവും സാരം എന്താണ് എന്ന് ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തുകൊണ്ടാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ഭൗതിക ലോകത്തിൽ അവതരിച്ചത് എന്ന് ചോദിച്ചു. അതുവരെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പ്രത്യേകിച്ചും കൃഷ്ണനെ കുറിച്ച് ചോദിക്കാനുണ്ടായ കാരണം, ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിന്റെ മഹത്വം, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. ഋഷിമാര് പറയുന്നത്. കാരണം അവർക്ക് അത് കേൾക്കാൻ അത്രയ്ക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് അല്ലെങ്കിൽ അത്ര വിശ്വാസമില്ലാതെയും ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ മോക്ഷം ലഭിക്കും. പിന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി ജപിച്ചാൽ പിന്നെ എന്ത് പറയാനാണ് എന്നും നമ്മൾ കണ്ടു. അതും ഭാഗവതത്തിലെ ഒരു ശ്ലോകം തന്നെ, അജാമിള മോക്ഷം എന്ന് പറയുന്ന ആ ഒരു ഭാഗവത ശ്ലോകത്തില് പറയുന്നു. കിം ഉത ശ്രദ്ധയാ ഗൃണൻ, ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ പിന്നെ എന്താണ് ഫലമില്ലാതെ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. 15ാമത്തെ ശ്ലോകത്തില് ആ 15ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാനോടും ഗുരുവിനോടും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീരവനചാരി, ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം, कृष्ण बलराम जय कृष्ण बलराम,
जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम രാമ രാമ ഹരേ ഹരേ. ഓക്കെ, അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് നമ്മൾ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഒരു ശ്ലോകം അത് നമ്മൾക്ക് കേൾക്കാം. എന്താണ്? മധുര മധുരമേതൻ മംഗളം മംഗളാനാം സകല നിഗമവല്ലി സത്ഫലം ചിത്സ്വരൂപം സകൃതപി പരിഗീതം ശ്രദ്ധയാ ഹേളയാ വാ ഭൃഗുവര നരമാത്രം താരയേത് കൃഷ്ണനാമ. ഇത് ശ്രീമദ് ഭാഗവതത്തിനെ എന്താണ് പറയുന്നത്? മധുരം മധുരമേതൻ മംഗളം മംഗളാനാം. മധുരം ഉള്ള വസ്തുക്കളിൽ ഏറ്റവും മധുരമേറിയതാണ്. മംഗളം മംഗളാനാം, ഏറ്റവും മംഗളകരമായത് എന്തുകൊണ്ടോ അതിൽ ഏറ്റവും മംഗളകരമായതാണ്. നിഗമവല്ലി എന്ന് പറഞ്ഞാൽ, നിഗമം എന്ന് പറഞ്ഞ വൈദിക സാഹിത്യങ്ങൾ എന്നാണ് അർത്ഥം. നിഗമവല്ലി സത്ഫലം, സകല നിഗമവല്ലി സത്ഫലം എന്ന് വെച്ചാൽ എല്ലാ വൈദിക സാഹിത്യങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പരിപക്വമായിട്ടുള്ള ഫലം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ചിത് സ്വരൂപം, ചിത് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. പിന്നെ സകൃത പിപരിഗീതം ശ്രദ്ധയാ ഹേളയാവ, ശ്രദ്ധയാ ജപിച്ചാലോ ഹേളയാ അതായത് അവഗണനയോടെ ജപിച്ചാലും ഭൃഗുവര നര, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുകയാണ്, താരയേത് കൃഷ്ണനാമ, കൃഷ്ണനാമ എങ്ങനെ ജപിച്ചാലും എന്താണ്? താരയേത്, അതായത് എന്ത് ചെയ്യും? താരയേത് കൃഷ്ണനാമ, നാമം എങ്ങനെ ജപിച്ചാലും ശ്രദ്ധയാ ഹേളയാവ, എങ്ങനെ വേണമെങ്കിലും ജപിച്ചോളൂ. ശ്രീകൃഷ്ണന്റെ നാമം എന്ന് പറയുന്നത് എല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നാമത്തെക്കുറിച്ചാണ് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സൂത ഗോസ്വാമിയോട് നൈമിശാരണ്യത്തിലെ ഋഷിമാർ, ശൗനകാദികളായിട്ടുള്ള ഋഷിമാർ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ശ്ലോകം എന്ന് പറയുന്നത് 15ാമത്തെ ശ്ലോകമാണ്. അവിടെ സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ പറയുന്നു, അല്ലയോ സൂത ഗോസ്വാമി, എന്താണ് നാമത്തിന്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ വൈഷ്ണവ അസോസിയേഷൻ, ഭക്തന്മാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രത്യേകത എന്താ എന്ന് വെച്ചാല്, ഗംഗാ നദിയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപവും പോക്കും, ശരിയാണ്. പക്ഷേ പാപം ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ചോദന മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് വീണ്ടും പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷേ ഭക്തന്മാരുടെ അസോസിയേഷന്റെ പ്രത്യേകത ഗംഗാ സ്നാനത്തെക്കാൾ മികച്ചതാണ്. കാരണം എന്താണ്? ഭക്തന്മാരുടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പാപം ചെയ്യാനുള്ള പ്രവണതയും കൂടി ഇല്ലാണ്ടായി കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഭക്തന്മാരുടെ കയ്യിൽ നിന്നാണ് എന്ത് കേൾക്കേണ്ടത്? ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാമം കേൾക്കേണ്ടത് എന്ന് സൂത ഗോസ്വാമിയോട് ആര് പറയുന്നു? ശൗനകാദി ഋഷിമാർ പറയുന്നു. എന്നിട്ട് നമ്മൾ 16ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ഹരേ കൃഷ്ണ. ജമൽ പ്രഭു 16ാമത്തെ ശ്ലോകം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? കോവാ ഭാഗവതസ്തസ്യ
പുണ്യശ്ലോകേത്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം. അപ്പൊ എന്നിട്ട് അവസാനം അവർ ചോദിക്കുകയാണ്, കോ വാ ഭാഗവതസ്തസ്യ പുണ്യശ്ലോകേദ്യ കർമ്മണ. അല്ലയോ സൂതഗോസ്വാമി, പിന്നെ ആരാണ്, അല്ലയോ സൂതഗോസ്വാമി, പിന്നെ ആരാണ് എന്ത് ചെയ്യാത്തത്? പുണ്യശ്ലോകേദ്യ, ഭഗവാനെ പുണ്യശ്ലോക എന്നാണ് വിളിക്കുന്നത്. എന്താണ് കാരണം? ചോയ്സസ്റ്റ് വേഴ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അതായത് ഏറ്റവും മികച്ച ശ്ലോകങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവൻ, ഉത്തമ ശ്ലോകൻ, പുണ്യശ്ലോകൻ എന്നൊക്കെയാണ് ഭഗവാനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ആ ഒരു 16ാമത്തെ ശ്ലോകം, ആ ഒരു കർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീലകളെക്കുറിച്ച് ആരാണ് കേൾക്കാൻ ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് ഞങ്ങൾ അത് കേൾക്കാൻ വളരെയധികം താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറഞ്ഞു തന്നാലും. അത് എന്താണ്? യശഃ കലിമലാപഹം. എന്താണ് കലിമലാപഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കലിമലാപഹം, കലികാലം. മല എന്ന് പറഞ്ഞാൽ അഴുക്ക്. കലികാലം മുഴുവൻ അഴുക്ക് നിറഞ്ഞതാണ് അല്ലേ? നമുക്കറിയാം കലികാലത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ കലികാലത്തെ മനുഷ്യരുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രായേണ അല്പായുഷ സഭ്യ കലോ വസ്മിൻ യുഗേ ജന മന്ദ സുമന്ദ മഠയ മന്ദഭാഗ്യ ഹി ഉപദ്രുത എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇവിടെ എന്താണ് ഈ സൂതഗോസ്വാമിയോട് അവർ പറയുന്നു, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം എന്താണ്? അതായത് ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് കലിമലാപഹമാണ്. ഈ ഒരു കാര്യം മാത്രമേ കലികാലത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. കാരണം കലികാലം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ആയുസ് കുറവാണ്, നമ്മൾക്ക് ഓർമ്മശക്തി ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതായത് സത്യയുഗത്തിൽ ചെയ്തിരുന്നത് പോലെ തപശ്ചര്യ ചെയ്യാൻ പറ്റുകയില്ല, ദ്വാപര യുഗത്തിൽ ചെയ്തിരുന്നത് പോലെ വിഗ്രഹാരാധന ചെയ്യാൻ പറ്റുകയില്ല, ത്രേതായുഗത്തിൽ ചെയ്തിരുന്നത് പോലെ യജ്ഞങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എന്താണ്? കലൗ ഹരികീർത്തനാത്, അതായത് സങ്കീർത്തന യജ്ഞം അല്ലെങ്കിൽ ഹരികീർത്തനം, ഹരിനാമം ജപിക്കുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് കലിയുഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഉന്നതി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ലിബറേഷൻ, മോക്ഷം, മുക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടത്? കലിമലാപഹമായിട്ടുള്ള ആ ഒരു നാമം ജപിക്കാൻ ആർക്കാണ് താല്പര്യമുണ്ടാകാത്തത് എന്ന് ചോദിക്കുന്നു. അടുത്ത ശ്ലോകം. ഇനിയുള്ള 2 ശ്ലോകങ്ങൾ, അതായത് നമ്മൾ എത്ര ചോദ്യങ്ങളാണ് സൂതഗോസ്വാമിയോട് ചോദിക്കുന്നത്? മുനിമാര് 6 ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള 4, 17, 18, 19 ഈ ശ്ലോകങ്ങളിൽ അടുത്ത 3 ചോദ്യങ്ങൾ കൂടി നമ്മൾ കാണും. എന്താണ് ചോദിക്കുന്നത്? ആ ശ്ലോകങ്ങൾ വന്നിട്ട് 16, 17, 17ാമത്തെ ശ്ലോകം. യെസ്. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധധാനാനാം ലീലയാ ദധദ കല. എന്താണ് ചോദിക്കുന്നത്? അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്തുകൊണ്ട് അവതരിച്ചു എന്ന് 3ാമത്തെ ചോദ്യം ചോദിച്ചു. 4ാമത്തെ ചോദ്യം ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് പുരുഷാവതാരങ്ങൾ എന്നതിൻ്റെ അർത്ഥം നാം പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. പുരുഷാവതാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളെയാണ് പുരുഷാവതാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ക്രിയേഷൻ അല്ലെങ്കിൽ സർഗം അല്ലെങ്കിൽ സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളെയാണ് പുരുഷ അവതാരങ്ങൾ എന്ന് പറയുന്നത്. സാത്വത തന്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മഹാവിഷ്ണു, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണുവിന് 3 പുരുഷ അവതാരങ്ങൾ ഉള്ളതായിട്ട് പറയും. വിഷ്ണോസ്തു 3 രൂപാണി
പുരുഷാഖ്യാനി അതോ വിദുഃ ഏകം തു മഹതാ സൃഷ്ടർ ദ്വിതീയം തു അണ്ഡസംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യത്തെ. നമ്മൾ പറഞ്ഞു വന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ 3 പുരുഷാവതാരങ്ങളെ കുറിച്ചാണ്. പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് 4ാമത്തെ ചോദ്യം. സാത്വത തന്ത്രം ഇതില് വിഷ്ണോസ്ത്രീണി രൂപാണി പുരുഷാഖ്യാനി അതോ വിദുഃ ഏകം തു മഹതാ സൃഷ്ടുർ ദ്വിതീയം തു അണ്ഡസംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യത്തെ. ഇവിടെ 3 വാക്കുകൾ നമുക്ക് കേൾക്കാം. 1 ഏകം തു മഹത സൃഷ്ടുർ. നിങ്ങൾക്കറിയാം, പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നേ ഭഗവാൻ കാരണ ജലത്തിൽ വന്നിട്ട് ശയിക്കുന്ന കാരണ ഉദകശായി വിഷ്ണു, അതായത് കാരണ അർണവം എന്ന് പറയുന്ന ആ ജലത്തില് അല്ലെങ്കിൽ ആ സമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവിനെയാണ് കാരണ ഉദകശായി വിഷ്ണു എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കും മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണോദകശായി വിഷ്ണു. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ കാരണം കാരണ ഉദക. ഉദക എന്ന് പറഞ്ഞാൽ സമുദ്രം, കാരണ ഉദകശായി എന്ന് പറഞ്ഞാൽ കാരണ ഉദക സമുദ്രത്തിൽ ശയിക്കുന്നവൻ എന്നാണ് അർത്ഥം. കാരണ ഉദകശായി വിഷ്ണു മഹത് തത്വം എന്ന് പറയുന്ന ആ ഒരു ഭൗതിക ലോകം ഉണ്ടാകാൻ അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അത് എന്താണ്? മഹത് തത്വം എന്ന പേരിൽ അറിയപ്പെടും, പ്രധാന എന്ന പേരിലും അറിയപ്പെടും. ഇങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആ മഹത് തത്വത്തെ കാരണ ഉദകശായി വിഷ്ണു വീക്ഷിക്കുമ്പോഴാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത് എന്ന് ഉപനിഷത്തുക്കളിൽ പറയുന്നു. എങ്ങനെയാണ് സൃഷ്ടി നടന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹർഷിമാർ ഉത്തരം പറയുന്നത് സ ഈക്ഷത. ഈക്ഷത എന്ന് പറഞ്ഞാൽ കടാക്ഷിക്കുക അല്ലെങ്കിൽ വീക്ഷിക്കുക എന്നാണ് അർത്ഥം. എങ്ങനെയാണ് സൃഷ്ടി നടന്നത്? സ ഈക്ഷത. തീർന്നു, സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ. സ ഈക്ഷത. അടുത്ത ചോദ്യം ചോദിക്കൂ, അതാണ് അവർ പറയുന്നത്. സ ഈക്ഷത. അദ്ദേഹം നോക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ ദർശനം കൊണ്ട് തന്നെയാണ് ഭൗതിക പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്ന് പറയും മഹത്തത്വത്തിൽ നിന്ന്. ഇനി അതിനുശേഷം 2ാമത് ദ്വിതീയം തു അണ്ഡസംസ്ഥിതം. അപ്പോ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്നും വരുന്ന ആ പ്രപഞ്ചങ്ങളെയാണ് നമ്മൾ ബ്രഹ്മാണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബ്രഹ്മാണ്ഡത്തിന്റെ അകത്തും ഭഗവാന്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തില് എന്താണ്? കരണോദകശായി വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നും വരുന്ന അനേകം പ്രപഞ്ചങ്ങളില് ഒന്നാണ് ഒരു ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ഡത്തിൽ നിന്നുമാണ്, ആ ബ്രഹ്മാണ്ഡത്തിലെ സ്ഥിതി കൊള്ളുന്ന ഭഗവാനെയാണ് എന്ത് പറയുന്നത്? ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചു, സോറി, നമ്മുടെ നെറ്റ് കണക്ഷൻ ഒക്കെ അൺസ്റ്റേബിൾ ആയിരുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടത്. എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കാരണോദകശായി വിഷ്ണു, അതിനുശേഷം ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ഡം എന്ന് പറയപ്പെടുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നു. ഓരോ പ്രപഞ്ചത്തിന്റെയും ഉള്ളിലും അടുത്ത പുരുഷാവതാരം, അദ്ദേഹത്തിന്റെ പേര് ഗർഭോദകശായി വിഷ്ണു എന്നാകുന്നു. ഗർഭോദകശായി വിഷ്ണു അദ്ദേഹത്തിന് അങ്ങനെ ആ പേര് വരാൻ കാരണം അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നുമുള്ള പത്മത്തിലാണ് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. സ്വയംഭൂ എന്ന് ബ്രഹ്മദേവനെ പറയും. ബ്രഹ്മദേവൻ വന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന താമരത്തണ്ടില് താമരയുടെ ആ തണ്ടിലാണ് ഈ 14 ലോകങ്ങളും, 14 ലോകങ്ങൾ, ഈ 14 ലോകങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ലോകങ്ങളെല്ലാം സ്ഥിരമായിരിക്കുന്നത്. അതിലെല്ലാം 84 ലക്ഷം തരത്തിലുള്ള ജീവി വിഭാഗങ്ങളുണ്ട്. ഓരോ ലോകത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് അവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരഘടനയുള്ള ഒരുപാട് ജീവി വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ എല്ലാം ഓരോ തരത്തിലുള്ള ജീവാത്മാക്കൾ അവരുടെ അവബോധത്തിനനുസരിച്ച് ആ ശരീരം അവർക്ക് ലഭിക്കുന്നു. ഈ ശരീരങ്ങളെല്ലാം പ്രവർത്തന മണ്ഡലമാണ് ഈ 14 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരു സ്ത്രീയുടെ ശരീരഘടന ആയതുകൊണ്ട് ഞാൻ എന്ന ജീവാത്മാവ് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നു.
ഒരു പന്നിയോ പൂച്ചയോ പട്ടിയോ പഴുതാരയോ അല്ലെങ്കിൽ പക്ഷിയോ പോലെയുള്ള ജീവാത്മാക്കൾ ആ ശരീരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ശരീരഘടന സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ആ ജീവാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ബ്രഹ്മദേവൻ നമ്മൾക്ക് നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ശരീരം മാത്രമാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ഈ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ നമ്മളുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരമാണ്. ആ ശരീരത്തിനനുസരിച്ച് ആ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ന ജീവാത്മാക്കൾ വന്നിട്ട് ഈ ഒരു ഇതില് അദ്ദേഹം ഗർഭോദകശായി വിഷ്ണുവായിട്ട് നിലകൊള്ളുന്നു. ആ പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് വരുന്ന താമരയിലാണ് ബ്രഹ്മദേവൻ സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മദേവനാണ് നമ്മൾക്ക് ഈ 84 ലക്ഷം ജീവി വിഭാഗങ്ങളിലുള്ള ശരീരങ്ങൾ തരുന്നത്. ആ ശരീരങ്ങളിൽ ഓരോന്നിലും ഓരോ ജീവാത്മാവുണ്ട്. എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ന ജീവാത്മാവുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിങ്ങൾ എന്ന ജീവാത്മാക്കൾ ഉള്ളതുപോലെ എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ന ജീവാത്മാവുണ്ട്. പക്ഷെ ഞാനിവിടെ തനിച്ചല്ല. എൻ്റെ ശരീരത്തിൽ എന്നോടൊപ്പം മൂന്നാമത്തെ വിഷ്ണു, അതായത് ക്ഷീരോദകശായി വിഷ്ണു കുടികൊള്ളുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മൾ പരമാത്മാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 3 പുരുഷാവതാരങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ ആ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഇനി ഭഗവാന് പുരുഷാവതാരങ്ങൾ മാത്രമല്ല, ഭഗവാന് 6 തരത്തിലുള്ള അവതാരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. 1 പുരുഷാവതാരങ്ങൾ, 2 ഗുണ അവതാരങ്ങൾ, 3 ലീലാ അവതാരങ്ങൾ, 4 മന്വന്തര അവതാരങ്ങൾ, 5 യുഗ അവതാരങ്ങൾ, 6 ശക്തിയാവേശ അവതാരങ്ങൾ. ഇങ്ങനെയുള്ള 6 അവതാരങ്ങൾ. അതിൽ പുരുഷാവതാരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇനി ലീലാവതാരങ്ങൾ. അടുത്ത ചോദ്യം, അതായത് സൂതഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലാ അവതാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, ലോകത്തിന് ഏറ്റവും മംഗളകരമായത് എന്ത്? 2ാമത്തെ ചോദ്യം എല്ലാ വൈദിക സാഹിത്യങ്ങളുടെയും എസെൻസ് എന്താണ്, അല്ലെങ്കിൽ സാരം എന്താണ്? 3ാമത്തേത് ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് വസുദേവരുടെയും ദേവകി മാതാവിന്റെയും ഗർഭത്തിൽ കൃഷ്ണൻ ജനിച്ചത് എന്തിനാണ് ഭൗതിക ലോകത്തിൽ? 4ാമത്തെ ചോദ്യം ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ എന്തൊക്കെയാണ്? 5ാമത്തെ ചോദ്യം ഭഗവാന്റെ ലീലാവതാരങ്ങൾ എന്തൊക്കെയാണ്? ലീലാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കറിയാം, ഒരു പ്രത്യേക ലീലയ്ക്ക് വേണ്ടി ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളാണ് ലീലാവതാരങ്ങൾ എന്ന് പറയുന്നത്. മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അവതാരങ്ങളെയാണ് ലീലാവതാരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇപ്പൊ കാണുന്നില്ല, കാരണം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ മാത്രം നമുക്കൊന്ന് പഠിക്കാം. ഇനി 19ാമത്തെ ചോദ്യം. ഇപ്പൊ നമ്മൾ എത്ര ചോദ്യം? 5 ചോദ്യങ്ങൾ ഇവർ ചോദിച്ചു കഴിഞ്ഞു. ഇനി 17ാമത്തെ ശ്ലോകം 18ാമത്തെ ശ്ലോകവുമാണ് ഈ 2 അവതാരങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. 19ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് 19ാമത്തെ ശ്ലോകം ഹരേ കൃഷ്ണ. 19ാമത്തെ ശ്ലോകം വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ശ്ലോക നമ്പർ 19. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നത്? ഞങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല, എത്ര കേട്ടിട്ടും ഞങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല, അതുകൊണ്ട് കാര്യമായി ഇതിനെക്കുറിച്ച് വർണ്ണിക്കുക എന്നാണ് പറയുന്നത്. വയം തുന വിതൃപ്യാമ. കാരണം
അങ്ങനെ തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഇല്ലാതിരിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് അറിയണ്ട, അല്ലെ, ഒരു എന്താണ് നമ്മൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയണ്ട എന്ന് ഞാൻ തീരുമാനിക്കണം. 2, അതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി കേട്ടിരിക്കണം, എനിക്കിനി അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്തതായിരിക്കണം. 3, അതിനെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ മടുത്ത് കാണണം. അങ്ങനെയാണ് 3 കാര്യങ്ങളാണ്. 1, എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല. 2, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, അതെന്തോ വലിയ കാര്യമാണെന്നുള്ളത് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല. 3-മത്തേത് ഞാൻ കേട്ട് മടുത്തിരിക്കുന്നു. പക്ഷെ ഭഗവാന്റെ കാര്യം ഇതൊന്നുമല്ല. അവർ പറയുന്നത് എന്താണ്? ഭഗവാന്റെ കാര്യം സ്വാദു പതേ പതേ. അതായത് ഓരോ സമയം അത് കേൾക്കും തോറും അതിനോടുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്. അതാണ് ഈ ശ്ലോകം, 19-ാമത്തെ ശ്ലോകം. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനം സ്വാദു പദേ പദേ. സ്വാദു പദേ പദേ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങളോട് എന്തിനെക്കുറിച്ച് പറയൂ? ഭഗവാന്റെ നാമങ്ങളെക്കുറിച്ച് പറയൂ. അപ്പം നമ്മൾ 5 ചോദ്യങ്ങൾ കണ്ടു. അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, എല്ലാവർക്കും മംഗളകരമായത്. 2, എല്ലാ വൈദിക സാഹിത്യങ്ങളുടെയും സാരം. 3-മത്തേത് കൃഷ്ണൻ എന്തുകൊണ്ടാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി അവതരിച്ചത്. 4, ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ ഏതൊക്കെ, ഭഗവാന്റെ ലീലാവതാരങ്ങൾ ഏതൊക്കെ. 5 ചോദ്യങ്ങൾ. ഇനിയുമുണ്ട് ഒരു ചോദ്യം ബാക്കി. 20 മുതൽ 23 വരെ ശ്ലോകങ്ങളിൽ ആ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. 20 മുതൽ 23 വരെ ശ്ലോകങ്ങൾ. 20-മത്തെ ചോദ്യം 20-ാമത്തെ ശ്ലോകം. കൃതവാൻ കില കർമാണി സഹ രാമേന കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷഃ. എന്താണ് അവർ ചോദിക്കുന്നത് 20-ാമത്തെ ശ്ലോകത്തിൽ? കൃതവാൻ കില കർമാണി സഹ രാമേന കേശവ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമൊത്ത് സഹ രാമേണ. ആര്? കേശവ. കേശവൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാൻ. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനെ കുറിക്കുന്നു. ഈശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനെ അല്ലെങ്കിൽ ലോർഡ് ശിവനെ കുറിക്കുന്നു. ഇവരുടെ 2 പേരുടെയും നിയന്താവായതിനാൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനെ കേശവ എന്ന് വിളിക്കുന്നു. അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഭഗവാൻ വന്നിട്ട് ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോൾ ചെയ്യുന്ന ലീലകൾ എന്താണ്? മർത്യലീലയാണ്. എന്നാലും അതിമർത്യാനി ലീലകളും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മർത്യലീല എന്താണ് ചെയ്തിരിക്കുന്നത്? ഭഗവാൻ ചെറിയ കുട്ടികളെ പോലെ വെണ്ണക്കുടം ഉടച്ചിരിക്കുന്നു, മോഷ്ടിച്ചിരിക്കുന്നു, കൂട്ടുകാരുമൊത്ത് കളിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മർത്യാനി, അല്ലെങ്കിൽ അതൊക്കെ സാധാരണ കുട്ടികൾ ചെയ്യുന്ന ലീലകളൊക്കെയാണ്. പക്ഷേ ഒരു കാളിയൻ എന്ന് പറയുന്ന ഒരു നാഗത്തിന്റെ ഫണത്തിന്റെ മേലെ സ്ലിപ്പറി ആയിരിക്കുന്ന ഒരു സ്റ്റേജിൽ വന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ലീല എന്ന് പറയുന്നത്, ഗോവർദ്ധന പർവ്വതത്തിനെ ചെറുവിരൽ 7 ദിവസം തൂക്കി പിടിച്ചു നിൽക്കുന്ന ലീല എന്നൊക്കെ പറയുന്നത് അതിമർത്യാനിയാണ്. അതെന്തുകൊണ്ടാണ് അതിമർത്യാനിയായിട്ടുള്ള ലീലകൾ ഭഗവാൻ ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുകയാണ്. ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള ആ ചോദ്യത്തിന്റെ തുടർച്ചയാണ്. ഏതൊക്കെ പുരുഷാവതാരങ്ങൾ, ഏതൊക്കെ ലീലാവതാരങ്ങൾ, ആ ലീലാവതാരങ്ങളിൽ ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും സഹ രാമേന കേശവ, ബലരാമനുമൊത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തിരിക്കുന്ന ലീലകളെ കുറിച്ച് കേൾക്കാൻ വളരെയധികം താല്പര്യം ഞങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അവർ അവെയറാണ്, അല്ലെങ്കിൽ അവർക്ക് അറിയാം, ഭഗവാനെ കുറിച്ച് അവർക്ക് അറിയാം. എന്നാലും ആ അറിവെന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് തൃപ്തിയായിട്ടുള്ള അറിവല്ല, അല്ലെങ്കിൽ എന്താണ് മുഴുവനും മതിയായിട്ടുള്ള അറിവല്ല. ഇനി അഥവാ അവരുടെ അടുത്ത് സൂത ഗോസ്വാമി ഒരു പ്രാവശ്യം മുഴുവൻ ഭാഗവതം പറഞ്ഞു കൊടുത്താലും ഇനി ഒരാൾ വീണ്ടും അവർക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്താൽ എന്താണ്, അതും അവർക്ക് താല്പര്യമാണ് കേൾക്കാൻ. കാരണം അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാമെങ്കിലും ഇനി ഒരു ആളിൽ നിന്നും, ഒരു പരിശുദ്ധ ഭക്തനിൽ നിന്നും ഭാഗവതം കേൾക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എന്താണ്? നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സ്വാദു പദേ പദേ. അതായത് എന്താണ്? വളരെയധികം സ്വാദുള്ളതാണ്. അത് കേൾക്കും തോറും സ്വാദ് കൂടുതലായിട്ടേ വരികയുള്ളൂ. അപ്പൊ ഇവിടെ ചോദിക്കുന്നു, സഹ രാമേന കേശവ,
ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനോടൊപ്പം വന്നിട്ട് അതിമർത്യാനി, സാധാരണ മനുഷ്യർ ചെയ്യുന്നതും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ ഗോവർദ്ധന ലീല, കാളിയമർദ്ദന ലീല, അസുരദമന ലീല പോലുള്ള പലതും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ലീലകളാണ് അദ്ദേഹം ചെയ്തത്? ആരാണ് ഭഗവാൻ? ഗൂഢ കപട മാനുഷ. എന്താണ് അങ്ങനെ വിളിക്കുന്നത്? നിഗൂഢമായി അമാനുഷിക കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. കപട മാനുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ കളിയാടി എന്നാണ്. 2 തരത്തിലുള്ള ലീലകളും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അപ്പോൾ ഈ ഗൂഢ കപട മാനുഷ എന്ന് പറയാൻ കാരണം? എന്താണ്? നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ എന്ത് തരത്തിൽ കാണുന്നോ അതിനനുസരിച്ച് ഭഗവാൻ നമ്മൾക്ക് ഈ ലീലകളെ വിശദമാക്കി തരും. മനുഷ്യനെ പോലെ നമ്മൾ ഭഗവാനെ കാണുന്നുവെങ്കിൽ അത് സാധാരണ കർമ്മങ്ങളെ പോലെ തന്നെ, അതായത് ആ ഭക്തന്മാർക്ക് അതായത് ഭക്തരല്ലാത്തവർക്ക് ഭഗവാൻ തൻ്റെ ആ ലീലകൾ വന്നിട്ട് വെളിവാക്കി തരികയില്ല. നമ്മളെ പോലെ അത് അറിയാൻ ആഗ്രഹമുള്ള ഭക്തന്മാരിൽ നിന്നും അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഭഗവാൻ അത് എന്ത് ചെയ്തു തരും? വിശദമാക്കി തരും. അതാണ് ഈ കപട മാനുഷ. അതായത് ബാക്കിയുള്ള അഭക്തന്മാരെ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ കളിപ്പിക്കുകയാണ്. ഇല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, കാരണം നിങ്ങൾക്ക് അതിൽ കൂടുതൽ അറിയാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഭക്തന്മാർക്ക് എൻ്റെ ഓരോ കർമ്മങ്ങളും വന്നിട്ട് ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വത ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സു അർജുന. അല്ലയോ അർജുന, എൻ്റെ ജന്മം കർമ്മം ആദിയായവയെക്കുറിച്ച്, ആ തത്വത്തെക്കുറിച്ച് അറിയുന്നവർ എങ്ങനെയാണ് എൻ്റെ അടുക്കൽ വരും? അവർക്ക് പിന്നെ പുനർജനിക്കേണ്ടി വരികയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ എല്ലാം മനസ്സിലാക്കി തരും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കില കർമാണി സഹരാമേണ കേശവ, ബലരാമനോടൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് ഈ ഭൗതിക ലോകത്തിൽ ചെയ്ത ലീലകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആധ്യാത്മിക ലോകത്തിൽ ചെയ്യുന്ന ലീലകളെക്കാൾ കീർത്തിമത്താണ് ഇവിടെയുള്ള ലീലകൾ. അതിനെന്താണ് കാരണം? ഗോലോക വൃന്ദാവനം, ആധ്യാത്മികമായിട്ടുള്ള ഗോലോക വൃന്ദാവനം. അവിടെ എന്താണ്? ഭഗവാൻ വന്നിട്ട് അവിടെ അസുരന്മാരൊന്നുമില്ല. ഭഗവാൻ സ്വന്തം ഭക്തന്മാരോടൊപ്പം എന്നും ആനന്ദിക്കുന്ന സ്ഥലമാണ് ഗോലോക വൃന്ദാവനം. അവിടെയാണെങ്കിൽ അസുരന്മാരില്ല. അസുരന്മാർ ഈ വരുന്ന ഭൗതികമായിട്ടുള്ള വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഗോലോക വൃന്ദാവനത്തിലേക്ക് അസുരന്മാർക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? പ്രവേശിക്കാൻ പറ്റുകയില്ല. ഭൗമ വൃന്ദാവനത്തിൽ മാത്രമേ അസുരന്മാർക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൗമ വൃന്ദാവനത്തിലാണ് അസുരന്മാരുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിൽ ഭഗവാൻ അവതരിക്കുന്ന ലീലകൾ എന്ന് പറയുന്നത്, ഭൗമ വൃന്ദാവനത്തിലെ ലീലകൾ എന്ന് പറയുന്നത് ആധ്യാത്മിക വൃന്ദാവനത്തിൽ അദ്ദേഹം ചെയ്യുന്ന ലീലകളെക്കാൾ മികച്ചതാകാൻ കാരണം ഇവിടെ അദ്ദേഹം ഭക്തന്മാർക്ക് മാത്രമല്ല ആ അസുരന്മാരോടും എന്ത് ചെയ്യുകയാണ്? അസുരന്മാരോടും അദ്ദേഹം കാരുണ്യം കാണിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഈ ലീലകൾ വളരെ സ്പെഷ്യൽ ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മഹർഷിമാർ ചോദിക്കുന്നത്, സഹരാമേണ കേശവ കില കർമാണി, എന്താണ് അദ്ദേഹം ചെയ്ത ലീലകൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ എന്ന് ചോദിക്കുന്നു. പിന്നെ ഇതൊക്കെ വിശദീകരിച്ചു തരാൻ അങ്ങയെ ഞങ്ങൾ എന്താക്കി എടുത്തിരിക്കുന്നു? ഞങ്ങളുടെ ഗുരുവാക്കി സ്വീകരിച്ചിരിക്കുന്നു. സൂതഗോസ്വാമി, അല്ലയോ സൂതഗോസ്വാമി, കാരണം അങ്ങയുടെ കാരുണ്യമില്ലാതെ ഈ ലീലകൾ കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഭൗതിക സാഗരത്തെ കടക്കാൻ കഴിയുകയില്ല. 21ാമത്തെ ശ്ലോകം. 21ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ട്വൻറ്റി 21ാമത്തെ ശ്ലോകം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അജാമിൽ പ്രഭു? ഓക്കെ, അപ്പോൾ 20 മുതൽ 23 വരെ ശ്ലോകങ്ങളിൽ അവർ ചോദിക്കുന്നു, ഭഗവാൻ ബലരാമനോടൊപ്പം എന്ത് ലീലകളാണ് ചെയ്തത്? പിന്നെ ആ ലീലകൾ വന്നിട്ട് ഇപ്പോൾ, അതായത് ഈ കലികാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് കലികാലത്തിലെ ജീവാത്മാക്കൾക്ക് ഈ ലീലകൾ വന്നിട്ട് ഭഗവാൻ കാണിച്ചു തരുന്നത് തിരികെ ഗോലോക വൃന്ദാവനത്തിലേക്ക്, അല്ലെങ്കിൽ തിരികെ വന്നിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. അതുകൊണ്ട് അങ്ങ് ദയവായി വന്നിട്ട് ഇത് വിവരിച്ചു തന്നാലും, പിന്നെ അങ്ങേക്ക് മാത്രമേ ഈ കാര്യങ്ങൾ വിവരിച്ചു തരാൻ പറ്റുകയുള്ളൂ. കാരണം അങ്ങയുടെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങയെ
ശരണമടഞ്ഞിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. എന്താണ് അടുത്ത ശ്ലോകം, 22ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്? ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ഈ ഒരു ശ്ലോകത്തില് 22ാമത്തെ ശ്ലോകത്തില് അദ്ദേഹം പറയുന്നു, അല്ലയോ സൂത ഗോസ്വാമി, അങ്ങ് ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു, അങ്ങയെ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് ഒരു ഒരു ബോട്ടിന്റെ ക്യാപ്റ്റനെ പോലെയാണ്, ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു നൗക, അതിന്റെ ക്യാപ്റ്റനെ പോലെയാണ് അങ്ങ്. ഞങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ടത് അങ്ങാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആര്? സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷിമാര് പറയുന്നു. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ത്വം ന സന്ദർശിതോ ധാത്ര, അങ്ങ് ഞങ്ങളെ ഇവിടെ കാണാൻ സന്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ അല്ലയോ സൂത ഗോസ്വാമി, അങ്ങയെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ദൈവനിശ്ചയമാണ്, നമ്മൾ പറയില്ലേ വിധിയാണ് അല്ലെങ്കിൽ ദൈവനിശ്ചയമാണ് എന്ന് പറയില്ലേ, അതാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ദുസ്തരം നിസ്ഥിതീർഷതാം, ഈ ഒരു ദുസ്തരമായിട്ടുള്ള ഈ ഒരു സംസാര അർണവം, നമ്മൾ പറഞ്ഞു സംസാര ചക്രം അല്ലെങ്കിൽ ജീവിത ചക്രം എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാൻ, തരണം ചെയ്യാൻ. അതുകൊണ്ടാണ് ദുസ്തരം എന്ന് പറയുന്നത്. അതിനെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ശൗനകാദി ഋഷിമാര് പറയുകയാണ് നിസ്ഥിതീർഷതാം, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. എന്താണ് നിസ്ഥിതീർഷതാം? അതിനെ തരണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. തിതീർഷതാം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നാണ്. പിന്നെ കലിം സത്വഹരം പുംസാം, എല്ലാ ഗുഡ് ക്വാളിറ്റീസും, എല്ലാ സാത്വികമായിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസിനെ എല്ലാം കുറയ്ക്കുന്നതാണ് കലികാലം. കലി എന്ന് പറയുന്നത് എന്താണ്? സത്വഹരം പുംസാം, എല്ലാ മനുഷ്യരുടെയും സാത്വികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറയ്ക്കുന്നതാണ് ആര്? കലിയുഗം എന്ന് പറയുന്നത്. കർണധാര, അതായത് ആ ഒരു സംസാര ചക്രത്തെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു നൗകയുണ്ടെങ്കിൽ ആ നൗകയുടെ ക്യാപ്റ്റൻ ആരാണ്? അങ്ങാണ്. അതുകൊണ്ട് ഞങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ടത് അങ്ങാണ്. അല്ലയോ സൂത ഗോസ്വാമി, അങ്ങയെ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഈശ്വര നിശ്ചയത്താലാണ് എന്ന് പറയുന്നു. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം, ലാസ്റ്റ് ശ്ലോകമാണ് 6ാമത്തെ ചോദ്യം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അവര് സൂത ഗോസ്വാമിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? 23rd ശ്ലോക. ശ്രീകൃഷ്ണ ഭഗവാൻ, ഈ സംഭവം നടക്കുന്നത് എവിടെയാണ്? സൂത ഗോസ്വാമിയും ശൗനകാദി ഋഷിമാരും വന്നിട്ട് ഈ ഒരു സംഭാഷണം നടത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് കഴിഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾക്കറിയാം, പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ് ഗോസ്വാമി ഭാഗവതം പറയുന്നതിന് മുമ്പേ ഭഗവാൻ ഇവിടെ ഭൗതിക ലോകത്തിലെ തന്റെ ലീലകളെല്ലാം അവസാനിപ്പിച്ച് അങ്ങ് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോയി അല്ലെ. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്? ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത്. വ്യാസദേവൻ സുഖദേവ ഗോസ്വാമിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതും ആ വേദിയിൽ വന്നിട്ട് സൂത ഗോസ്വാമി ഉണ്ടാകുന്നതും സൂത ഗോസ്വാമി ശൗനകാദി ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാൻ പോയതിന് ശേഷമാണ്. തിരികെ ഭഗവാൻ പോയി എന്നുള്ള കാര്യം ആർക്കറിയാം? ഈ ഋഷിമാർക്കെല്ലാം അറിയാം, ശൗനകാദി ഋഷിമാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവസാനം അവർ ചോദിക്കുകയാണ്, ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മനി സ്വാം കാഷ്ടാം അധുനോപേതേ ധർമ്മ കാം ശരണം ഗതഃ. എന്താണ് ചോദിക്കുന്നത്? അല്ലയോ സൂത ഗോസ്വാമി, ഭഗവാൻ ഇവിടെ നിന്ന് തന്റെ ലീലകളെ സംഹരിച്ച് തിരികെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയി. ഭഗവാൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭഗവാൻ വരുന്നത്. സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടനിഗ്രഹം നടത്താനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമാണ്.
അപ്പോൾ ഭഗവാൻ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ ധർമ്മവും ജ്ഞാനവും എല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ കലികാലം എന്ന് പറയുന്നത് അധപതിച്ചു പോകുന്നത്. പക്ഷേ അദ്ദേഹം പോയതിനു ശേഷം ഈ ധർമ്മം എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്? ആറാമത്തെ ചോദ്യം. ഭഗവാൻ തിരികെ ഗോലോക വൃന്ദാവനത്തിലേക്ക് തൻ്റെ ലീലകളെല്ലാം, ഭൗതിക വൃന്ദാവനത്തിലുള്ള ലീലകളെല്ലാം ഉപസംഹരിച്ചതിനു ശേഷം തിരികെ പോയത് അവരറിഞ്ഞു. അങ്ങനെ പോയതിനു ശേഷം അദ്ദേഹത്തോടൊപ്പം ധർമ്മവും ജ്ഞാനവും എല്ലാം പോയിട്ടുണ്ടാവും എന്നവർ വിചാരിക്കുന്നു. പക്ഷേ ധർമ്മം അതിനുശേഷം ആരെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്? ഇതാണ് ആറാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ഒന്ന്, വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ? അതായത് ഈ ലോകത്തിന് മംഗളകരമായിരിക്കുന്ന ഏറ്റവും നന്മയുള്ള കാര്യം ഏതാണ്? രണ്ട്, എസെൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ്, വൈദിക സാഹിത്യങ്ങളുടെ സാരം സമുദ്രത്യം എന്താണ്? മൂന്ന്, പർപ്പസ് ഓഫ് കൃഷ്ണാസ് അപ്പിയറൻസ്, എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ഭൗതിക ലോകത്തിൽ അവതരിച്ചത്? നാല്, വാട്ട് ആർ കൃഷ്ണാസ് പുരുഷാവതാരം, അതായത് സർഗത്തെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതിൽ പറയുന്ന പുരുഷാവതാരങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ലീലാവതാരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചാമത്തെ ചോദ്യം ലീലാവതാരങ്ങൾ എന്തൊക്കെയാണ്? നാലാമത്തെ ചോദ്യം പുരുഷാവതാരങ്ങൾ, അഞ്ചാമത്തെ ചോദ്യം ലീലാവതാരം. ഏറ്റവും അവസാനത്തെ ചോദ്യം, ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം, എവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തിരികെ പോയതിനു ശേഷം എവിടെയാണ് ഈ ധർമ്മം വന്നിട്ട് തൻ്റെ ആശ്രയം എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ധർമ്മം എവിടെയാണ് ഭഗവാൻ പോയതിനു ശേഷം ആശ്രയം എടുത്തിരിക്കുന്നത്? അപ്പോൾ ഈ ചാപ്റ്റർ, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷിമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്? ആ മഹർഷിമാരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന്. ഒന്ന്, കാരുണ്യമാണ്. അതായത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, ലോകത്തിന്റെ നന്മയെ കരുതിയാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യകർത്താവിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനിയുള്ള എല്ലാവരോടും വേണ്ടിയിട്ടുള്ള കാരുണ്യം ആണ് ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. എന്താണ്? അവർക്ക് ആകാംക്ഷയുണ്ട് കേൾക്കാൻ. ലോകത്തിന് ക്ഷേമായ ഭവായ, അതായത് ലോകം മുഴുവനുള്ള ആൾക്കാർ ഇത് കേൾക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്താണ് അവർ ചോദിക്കുന്നത്? ക്ഷേമായ ച ഭവായ ച എന്ന ശ്ലോകത്തിൽ അവർ പറഞ്ഞു, ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടിയിട്ടുമാണ് ഞങ്ങളിത് ചോദിക്കുന്നത്. ഇനി അവർക്ക് വിശ്വാസമുണ്ട്. ഈ കേൾക്കുന്ന കാര്യം അവരുടെ ഗുരു, അല്ലെങ്കിൽ സൂത ഗോസ്വാമി, അവർ ഗുരുവായി അംഗീകരിച്ചിരിക്കുന്ന സൂത ഗോസ്വാമി എന്ത് പറയുകയാണ്? ആ നാമത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നാമത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. എന്താണ്? ആപന്ന സംസ്കൃതിം ഘോരാം എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു, അവര് എന്താണ്, വെറുതെയെങ്കിലും ആ നാമം ജപിച്ചാൽ, ഹേളനത്തോടെയെങ്കിലും ജപിച്ചാൽ, അല്ലെങ്കിൽ വിശ്വാസത്തോടെ അല്ലെങ്കിലും ജപിച്ചാൽ നന്നാകും, അല്ലെങ്കിൽ അതിന് ഫലമുണ്ടാകും. അപ്പോൾ വിശ്വാസത്തോടുകൂടി ജപിച്ചാൽ എന്ത് ഫലമാണ് ഉണ്ടാവാതിരിക്കുക? പിന്നെ ഭക്തന്മാരിലും അവർക്ക് വിശ്വാസമുണ്ട്. നാമത്തിൽ വിശ്വാസമുണ്ട്, ഭക്തന്മാരിലും വിശ്വാസമുണ്ട്. ഭക്തന്മാരിൽ എങ്ങനെയാണ് വിശ്വാസം? ഗംഗാ നദിയിൽ സ്നാനം ചെയ്താൽ പോലും ഇത്രയധികം ഗുണമുണ്ടാവില്ല. പാപം കഴുകിപ്പോകും, പക്ഷെ പാപം ചെയ്യാനുള്ള പ്രവണതയിരിക്കും. പക്ഷെ ഭക്തന്മാർ ആ പ്രവണതയെ കൂടി ഇല്ലാതാക്കും. അതുകൊണ്ട് ഭക്തന്മാരിൽ നിന്ന് തന്നെ അത് കേൾക്കണം. ഇനി ഏറ്റവും അവസാനം അവർക്ക് അറിവുണ്ട്, അവയർനെസ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ വൈദിക സാഹിത്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിവുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ചെയ്തിരിക്കുന്നത് എന്നവർ ചോദിക്കാൻ കാരണം അതാണ്. കാരണം ആ ലീലകളെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ സംസാരത്തിൽ നിന്നും ഒരാളെ തരണം ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഉപാധി എന്ന് അവർക്കറിയാം. അപ്പൊ ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരം 2, 3, 4 ചാപ്റ്ററുകളിൽ സൂത ഗോസ്വാമി അവരോട് വിവരിച്ചു പറയും. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭാഗവതത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങൾ സൂത ഗോസ്വാമി ഉത്തരം പറയാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. അതിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ 5 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് സൂത ഗോസ്വാമി തൻ്റെ ഗുരുവായ ശുകദേവ ഗോസ്വാമിയെ പ്രണമിക്കുന്നു. ഇപ്പം എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചിരുന്നു, ഒരു മാതാജി എനിക്ക്
ചോദിച്ചിരുന്നു ആരാണ് സൂത ഗോസ്വാമി, ആരാണ് ശുകദേവ ഗോസ്വാമി എന്ന്. ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത്. അതിൽ സൂത ഗോസ്വാമി എന്ന് പറയുന്നത് രോമഹർഷണ സൂത, നമ്മൾ കേട്ടു ബലരാംജി രോമഹർഷണ സുത വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബലരാംജി വരുമ്പോൾ രോമഹർഷണ സുത മാത്രം എഴുന്നേറ്റില്ല, ബാക്കി എല്ലാവരും അദ്ദേഹത്തെ വണങ്ങി. ആദ്യ ഗുരുവാണ് ബലരാം. അപ്പോൾ ബലരാം അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകി. അതായത് രോമഹർഷണ സുതയെ വന്നിട്ട് ബലരാം ഒരു പുൽക്കൊടി കൊണ്ട് ഹനിച്ചു എന്ന് പറഞ്ഞു. രോമഹർഷണ സുതയുടെ പുത്രനാണ് സൂത ഗോസ്വാമി. പക്ഷേ അദ്ദേഹം അച്ഛനെ പോലെ പണ്ഡിതനാണ് എന്നുള്ള അഹങ്കാരമുള്ള ആളായിരുന്നില്ല. സൂത ഗോസ്വാമി എന്താണ് നമ്മൾ നേരത്തെ സൂത ഗോസ്വാമിയുടെ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞില്ലേ, ഈ ചാപ്റ്ററിൽ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് അനഘ, പിന്നെ എന്താണ് സൗമ്യ, സ്നിഗ്ധ, ഇങ്ങനെ പല ശ്ലോകങ്ങളിൽ ശൗനകാദി ഋഷികൾ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ വാഴ്ത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ഭാഗവതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എന്തുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. തന്നെയല്ല അതിനുള്ള ഒരു ഡിസയർ ഉള്ള ആളാണെന്ന് മാത്രമല്ല അതിനുള്ള കഴിവുള്ള ആളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൂത ഗോസ്വാമി എന്ന് പറയുന്നത് ആരാണ്? അപ്പൊ രോമഹർഷണ സുതന്റെ പുത്രനാണ് അദ്ദേഹം. വളരെ വലിയൊരു ഋഷിയാണ്. ആ ഋഷിമാരെല്ലാം ചേർന്നിട്ട് ആ സത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നു. അവരിൽ നിന്നുമാണ് ശൗനകാദി ഋഷികൾ, സൂത ഗോസ്വാമിയിൽ നിന്നുമാണ് ശൗനകാദി ഋഷികൾ ഈ ഭാഗവതം കേൾക്കുന്നത്. ഇനി സൂത ഗോസ്വാമി ഈ ഭാഗവതം എവിടെ നിന്നാണ് കേട്ടത്? സൂത ഗോസ്വാമി ഈ ഭാഗവതം ശ്രവിച്ചത് യഥാർത്ഥത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് ശുകദേവ ഗോസ്വാമി ആരാണ്? വ്യാസദേവന്റെ പുത്രൻ. വ്യാസദേവന്റെ പുത്രനായ ശുകദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന്റെ അവസാന 7 ദിവസം എന്ത് ചെയ്തു? ഭഗവാനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു. അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്, ശുക പരീക്ഷിത്ത സംവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് അനേകം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? വ്യാസദേവൻ സ്വയം ഉണ്ടായിരുന്നു, നാരദ മഹർഷി ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, ഒരുപാട് ഋഷിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ആ സദസ്സിലെ ഒരാളാണ് ആര്? സൂത ഗോസ്വാമി. അപ്പോൾ ശുകദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ശ്രവിച്ച ആളാണ് ആര്? സൂത ഗോസ്വാമി. പക്ഷേ ആ ശ്രവണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് അല്ലെങ്കിൽ ആ ശ്രവണം കൊണ്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവതം ഹൃദയസ്ഥമാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ശൗനകാദി ഋഷികളുടെ സത്രം നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ സൂത ഗോസ്വാമി എന്തെങ്കിലും ഈ ചോദ്യങ്ങളെല്ലാം സൂത ഗോസ്വാമിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങുകയാണല്ലേ. മറുപടി പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം മറുപടി പറയുന്നത് തന്റെ ഗുരുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ്. ആരാണ് അദ്ദേഹത്തിന്റെ ഗുരു? ശുകദേവ ഗോസ്വാമി. അപ്പൊ എങ്ങനെയാണ് ശുകദേവ ഗോസ്വാമി അദ്ദേഹം പ്രണമിക്കുന്നത് എന്നും എങ്ങനെയാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് എന്നും നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രമിക്കാം. ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ക്ലാസ്സിനിടയ്ക്ക് ഉണ്ടായി. പക്ഷെ എന്നാലും ആരും ക്ലാസ്സുകൾ വിട്ടുപോകാതെ, ക്ലാസ്സിൽ നിന്ന് പോകാതെ എല്ലാവരും ക്ഷമയോടുകൂടി ഇരുന്നു. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനിടയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് അഹൈതുകി അപ്രതിഹത എന്ന് പറയുന്നത്. നമ്മളുടെ കാര്യത്തിൽ ഇപ്പൊ വന്ന ഈ പ്രതിഹത, അതായത് ഈ തടസ്സങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭക്തിയെ ഒരിക്കലും പുറകോട്ട് വലിച്ചുകൂടാ എന്ന് പറയും. അപ്പോൾ ഈ 33 പേര് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന 33 പേർക്കും ഈ പ്രതിബന്ധങ്ങളിൽ ഒട്ടും തളരാതെ അവർക്ക് ഈ ഭാഗവതം കേൾക്കാനുള്ള ആകാംക്ഷയെ ഞാൻ വളരെയധികം മാനിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ മുന്നോട്ട് പോകാം. ഹരേ കൃഷ്ണ.